ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കർമ്മങ്ങൾ ചെയ്യണം പോലും. ഒരു ജോത്സ്യനാണോ ഈ ലോകത്തെ ദോഷങ്ങളെല്ലാം മാറ്റാൻ പോകുന്നത്? എന്നാ പിന്നെ സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടലൊക്കെ ജ്യോത്സ്യന്മാര് വന്നു നിന്ന് അങ്ങ് തടയട്ടെ. വിവരക്കേട് പറയരുത്, മനസ്സിലായോ? ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറ്റക്കാരനാക്കാനാണ് എല്ലാവരുടെയും ഉദ്ദേശമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്കെങ്കിലും അയാളുടെ നാവിൻ തുമ്പിൽ നിന്നും വന്നാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതിനൊന്നും ഞാൻ ഉത്തരവാദിയായിരിക്കില്ല. ഇത് വളരെ മോശമായി പോയച്ചാ. നാളെ ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിലും ആരെങ്കിലും ദോഷം ആരോപിച്ച അതിനും അച്ഛൻ ഇതുപോലെ ജോത്സ്യനെ വിളിച്ചു വരുത്തോ? അപ്പോ ഈ വീട്ടിലെ ദോഷങ്ങൾ മാറേണ്ടെന്നാണോ നീ പറയുന്നത്? നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ ജോത്സ്യം വരും. എല്ലാരും കൂടി ചേർന്ന് ജോത്സ്യനെ വിളിച്ചോണ്ട് വരുന്നതിന് പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചനയുണ്ട്. താൻ വിഷമിക്കണ്ട. അവരാരും വിചാരിക്കുന്നൊന്നും നടക്കാൻ പോകുന്നില്ല. ശപിക്കപ്പെട്ടൊരു കുഞ്ഞായിട്ട് നമ്മുടെ കുഞ്ഞിനെ മാറ്റാണ് ഇവര് ശ്രമിക്കുന്നത്. സച്ചേട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. എന്നെ അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്കതിൽ ഒരു വിഷമവുമില്ല. അതൊക്കെ സഹിക്കാനും ഞാൻ തയ്യാറാ. പക്ഷെ അവരെന്റെ കുഞ്ഞിന്റെ ജീവിതം വെച്ച് കളിച്ചാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഒന്നും നോക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഈ വീട്ടിൽ പിന്നെ ഞാനും എന്റെ കുഞ്ഞും ഉണ്ടാവില്ല. ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവാത്തത്. ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതുപോലെ ജനിക്കാത്തൊരു കുഞ്ഞിന്റെ പേരിൽ ജാതകദോഷം പറയോ? അവന്തിയുടെ ഉദ്ദേശം വേറെന്തോ ആണ്. സ്വാർത്ഥതയാണ്. തനിക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ മറ്റാർക്കും കിട്ടരുതെന്നുള്ള സ്വാർത്ഥത. നന്ദേട്ടന്റെ അവരുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനൊന്നും പറയുമായിരുന്നില്ല. വർഷങ്ങളോളം സ്വന്തം ഭർത്താവിനെ പൂട്ടിയിട്ട സ്ത്രീ അവര്. അവരുടെ കയ്യിൽ നിന്ന് അനുഭവിച്ച പീഡനങ്ങളൊന്നും നന്ദേട്ട മറന്നിട്ടുണ്ടാവില്ല. അവര് ഒരു മുറിയിൽ ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവര് തമ്മില് യാതൊരു ദാമ്പത്യ ജീവിതമൊന്നുമില്ല. അമ്മ എവിടെന്ന് വെറുതെ ആഗ്രഹിച്ച മാത്രം പോരാ, അതിനുള്ള അർഹതയുണ്ടെന്ന് ദൈവത്തിനും കൂടി തോന്നണം. എങ്കിലേ ദൈവം മനസ്സറിഞ്ഞൊരു കുഞ്ഞിനെ നൽകൂ. അവർക്കത് കിട്ടാതെ പോയതിന് നമ്മളാണോ ഉത്തരവാദി? ഏട്ടത്തിയുടെ സ്വഭാവം നിനക്കറിയില്ലേ? അതുമാത്രമല്ല, ഇപ്പൊ അവര് അച്ഛനെ നല്ലതുപോലെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അച്ഛനിപ്പോ പഴയതുപോലെയല്ല. അവന്തികെടുത്തി പറയുന്നതാ ഇപ്പൊ അച്ഛന് വേദവാക്യം. നാളെ ഒരു ജോത്സ്യം വന്നിട്ട് നമ്മുടെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞ പിന്നെ എങ്ങനെയാ നമ്മുടെ കുഞ്ഞിന് സമാധാനത്തോടെ ഈ വീട്ടിൽ ജീവിക്കാൻ സാധിക്കുന്നത്? നമ്മുടെ കുഞ്ഞിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടും. സച്ചേട്ടാ, അങ്ങനെ ഒരു ദുർവിധിക്ക് ഞാൻ നമ്മുടെ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഈ വീട് വിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. അങ്ങനെ ഓടിപ്പോകാൻ തുടങ്ങിയാ എവിടെ വരെ പോവും? നമ്മുടെ കുഞ്ഞിന് സമാധാനവും സ്വസ്ഥതയുള്ളൊരു ജീവിതം കിട്ടണം. ഈ വീട്ടിൽ അതിന് തടസ്സമുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകും. എങ്ങോട്ടെങ്കിലും പോവും.
എന്തായാലും നാളെ ആ ജോത്സ്യനൊന്നെങ്കിൽ വരട്ടെ. നമ്മുടെ കുഞ്ഞിനെ ദ്രോഹിക്കുന്ന എന്തെങ്കിലും അയാൾ പറഞ്ഞാ പിന്നെ ഞാൻ ഇടം വല്ല നോക്കില്ല. എല്ലാം തകർത്ത് തരിപ്പണാക്കി കളയും ഞാൻ. നമ്മുടെ കുഞ്ഞിനെ ഇവരാരും പറയുന്ന പോലെ ഒരു ജാതകദോഷം ഇല്ലെന്ന് നമുക്ക് തെളിയിക്കണം. തെളിയിച്ചേ പറ്റൂ. അപ്പോ എല്ലാം തീരുമാനിച്ചോ? ഇല്ല, ഇവിടെ ആരും ഇതുവരെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. എല്ലാവരും ഞാൻ ഇപ്പൊ തന്നെ അറിയിക്കാം. അതെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്തിക എന്നെ അറിയിക്കണേ. ശരി. നീ ഇങ്ങനെ സദാസമയം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നോ? ഞാൻ പിന്നെ എന്ത് വേണം? നീ കൂടെ ചെയ്യേണ്ട ജോലിയല്ലേ അമ്മ അവിടെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഞാൻ ചെയ്യേണ്ട ജോലിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്നും അറിയുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. നീ വട്ടം ചുറ്റാത്ത കാര്യം എന്താന്ന് പറ. നെല്ലിശ്ശേരിയിൽ നടക്കുന്നത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? അവിടെ നാളെ ജോത്സ്യൻ വന്ന് പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പോവാ. പരിഹാര കർമ്മങ്ങൾ ചെയ്യാനോ? എന്തിന്? എന്നോട് ആരാ കാര്യം പറഞ്ഞത്? അതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യാണോന്ന് നിങ്ങൾ വിളിച്ച് ചോദിക്കേ. എന്തൊരു കഷ്ടമായത്. ലോകത്ത് ഒരിടത്തും കേട്ടുകേൾവി പോലുമില്ല. ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതദോഷത്തിന് ജോത്സ്യരെ വിളിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നു. ഇവർക്കൊക്കെ എന്താ ഭ്രാന്താണോ? സച്ചി അച്യുതനെ സമ്മതിച്ചോ? മോനെ, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് വേഗം സച്ചിയെ വിളിച്ചിട്ട് കാര്യം എന്താന്ന് അന്വേഷിക്കേ. ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണിനെ ഇതിനൊന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അത് ശരി. അപ്പൊ ഇതുവരെ നെല്ലിശ്ശേരിയിൽ സംഭവിച്ച ദോഷങ്ങൾക്കൊന്നും പരിഹാരം ചെയ്യേണ്ടെന്നാണോ? എന്തു ദോഷം? അവിടെ സംഭവിച്ചതൊക്കെ ദോഷം കൊണ്ടാണെന്ന് ആര് പറഞ്ഞു? അതല്ലേ ജോത്സ്യം പറഞ്ഞതും. അതൊക്കെ കൊണ്ടല്ലേ അവര് ജോത്സ്യനെ വിളിച്ച് പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ പോകുന്നതും. ഇവിടെയും ചില കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നിർത്തടി. കർമ്മങ്ങൾ ചെയ്യണം പോലും. ഒരു ജോത്സ്യനാണോ ഈ ലോകത്തെ ദോഷങ്ങളെല്ലാം മാറ്റാൻ പോകുന്നത്? എന്നാ പിന്നെ സുനാമി, ഭൂകമ്പം, ഉരുൾപൊട്ടലൊക്കെ ജോത്സ്യന്മാര് വന്നു നിന്ന് അങ്ങ് തടയട്ടെ. വിവരക്കേട് പറയരുത്, മനസ്സിലായോ?